വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉമ്മ പറഞ്ഞു, ശരീരത്തിന് വൃത്തിയില്ലാത്ത തരത്തിൽ ഞാൻ കുട്ടിക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാറില്ല. ചിലപ്പോ അടുക്കളയിൽ മീൻ നന്നാക്കണുണ്ടോ അല്ലേ? അപ്പൊ ശരീരത്തിലൊക്കെ ഒരു മീനിന്റെ സ്മെല്ലുണ്ടാവും. ആ തീക്കത്ത് ഇങ്ങനെ നിന്നിട്ട് ശരീരാകെ വിയർത്തിട്ടുണ്ടാവും. ആ വിയർപ്പോടുകൂടെ ആ മത്സ്യത്തിന്റെ വാസന ശരീരത്തിൽ നിർത്തി മനസ്സുകൊണ്ട് അത്ര സന്തോഷകരമല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് നല്ല കാര്യമല്ല. പ്രസവിച്ചു കിടക്കുന്ന ഉമ്മ ശരീരം എപ്പോഴും വൃത്തിയാക്കി നിർത്തണം. വിയർപ്പിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന്, ദുർഗന്ധങ്ങളിൽ നിന്ന് ഒക്കെ നല്ല വൃത്തിയാക്കി നിർത്തിയിട്ട് കുളിച്ച് നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് നല്ല മട്ടത്തിൽ നല്ല ഡ്രസ്സ് ധരിച്ച് എന്നിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാൻ. അമ്മിഞ്ഞപ്പാല് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മ കുട്ടിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കണം. കുട്ടി തീർച്ചയായും ഉമ്മയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കുട്ടിയെ നോക്കിക്കൊണ്ട് ഉമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. ഇടക്കിടക്ക് ഉമ്മ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കണം. അങ്ങനെ സ്നേഹവാത്സല്യത്തിന്റെ അങ്ങേ അറ്റം കുട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് അമ്മിഞ്ഞപ്പാൽ ഇങ്ങനെ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയിലെ സ്വഭാവ ഗുണത്തിന്, അനുസരണത്തിന്, ആ കുട്ടി നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനെല്ലാം ബിസ്മിയിലൂടെ കിട്ടിയിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അൽഹംദുലില്ലയിലൂടെ അവസാനിച്ചിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, നല്ല സ്നേഹത്തോടു കൂടെ കൊടുത്തിരിക്കുന്ന ഉമ്മ കൊടുത്തിരിക്കുന്ന അമ്മിഞ്ഞപ്പാല്, അത് വല്ലാത്തൊരു മുതലാണ്.